പാർവതി, എന്താ പാർവതി കുളക്കടവിൽ ഈ സമയത്ത്? എന്നെ എല്ലാവരും കളിയാക്കുന്നു. വീട്ടിലാണെങ്കിൽ എപ്പോഴും അമ്മ വഴക്ക് പറയുന്നു. അതിന് കുളക്കടവിൽ വന്നിരുന്നിട്ട് എന്താ കാര്യം? എന്തിനാ വഴക്ക് പറയുന്നത്? എന്നെ ഉണ്ണി തിരുമേനി ചേർത്ത് പറഞ്ഞാ കളിയാക്കുന്നേ. നീന്താൻ അറിയാമോ? ഇല്ല. പിന്നെ എന്തിനാ കുളക്കടവിൽ വന്നേ? എനിക്കറിയൂല. പാർവതി വിഷമിക്കണ്ട. അമ്മ വഴക്കു പറയുന്നതിനും കൂട്ടുകാർ കളിയാക്കുന്നതിനും പരിഹാരം കാണാനാണോ നീ കുളക്കടവിൽ വന്നത്? കഷ്ടം തന്നെ. ഇത്രയും കൃഷ്ണഭക്തയായ പാർവതി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത്. അമ്മ വഴക്കു പറയുന്നത് അമ്മയുടെ കരുതലാണ്. കൂട്ടുകാർ കളിയാക്കുന്നത് അവർ പാർവതിയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ? ദൈവഭക്തിയുള്ള ഏതൊരാൾക്കും ഒരു വിഷമം വന്നാൽ അവിടെ ഭഗവാൻ ഏതേലും രൂപത്തിൽ അവതരിക്കുന്നതായിരിക്കും. പാർവതി വീട്ടിൽ പൊയ്ക്കോളൂ. അവിടെ എല്ലാവരും തന്നെ അന്വേഷിക്കുന്നുണ്ടാവും. സന്തോഷമായി പൊയ്ക്കോളൂ. നാളെ എൻ്റെ വകയായി ഒരു ജന്മദിന സമ്മാനമുണ്ട്. വിഷു കൈനീട്ടവും തരാം. ഉണ്ണിയപ്പം പാൽപ്പായസം ആണോ? അതൊന്നുമല്ല. നാളെ കുറച്ച് മഞ്ചാടിപ്പൊരു കയ്യിൽ തരാം. അയ്യേ, എനിക്കൊന്നും വേണ്ട. ഉണ്ണി തിരുമേനി. പാർവതി പാർവതി മാത്രമേ ഉള്ളൂ? ഇല്ല, അച്ഛനും അനിയത്തിയുണ്ട്. തിരുമേനി ഒറ്റയ്ക്ക് കാണണമെന്നുണ്ട്. കണ്ടിട്ട് എന്തിനാണാവോ? എന്താ പാർവതിക്ക് എന്തേലും പറയാനുണ്ടോ? ഇന്ന് കുളക്കടവിലേക്ക് കണ്ടില്ല. ഒരുപാട് നന്ദിയുണ്ട് തിരുമേനി. എന്തിനാ? എൻ്റെ അച്ഛനെയും അമ്മേനെയും മുത്തൂസിനെയും അമ്മൂമ്മയും ഒക്കെ എനിക്ക് കാണാൻ പറ്റി. ഒരു നിമിഷം കൊണ്ട് എല്ലാം തീർന്നേനെ തിരുമേനി അന്ന് വന്നില്ലായിരുന്നെങ്കിൽ. ഓ, അതിനാണോ? നിങ്ങളുടെ കുടുംബമെല്ലാം കൃഷ്ണഭക്തരല്ലേ? അപ്പോ ആ കുടുംബത്തിൽ ഏറ്റവും പ്രിയമുള്ള പാർവതിയും കൃഷ്ണനെ അത്രമാത്രം സ്നേഹിക്കുന്നില്ലേ? അപ്പോ എങ്ങനെയാ ഭക്തയായ പാർവതിയെ ഭഗവാനെ കൈവിടാൻ സാധിക്കുക? കാണാൻ തിരുമേനി. എല്ലാവരും അകത്തേക്ക് വന്നേ, ദീപാരാധനയ്ക്ക് സമയമായി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ